ഇന്നത്തെ എൻ്റെ ഒരു പ്രത്യേകതരം വ്ളോഗാണ്. ഈ വ്ളോഗിൽ ഇപ്പം നിൽക്കുന്ന ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ അയൺമാൻ്റെ കൂടെ നിൽക്കുന്ന വാർ മെഷീൻ പോലെ ലൈക്ക് ആ ഒരു സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം പകർന്നു കിട്ടിയിട്ടുള്ള ഒരു രാജ്യമല്ല, ഒരു നാട്ടിൽ ഈ പറയുന്ന കണക്ക് വെളിച്ചമില്ലായ്മയാണ് അവിടുത്തെ ആംബിയൻസ് എന്നുള്ള രീതിയിൽ നടന്ന് വരുന്നത്. 30 വർഷമായി അല്ലേ വെളിച്ചമില്ലാതെ, 30 വർഷമായിട്ട് നടന്നു വരുന്നൊരു കടയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ബൂസ്റ്റല്ലേ ഇത്? എൻ്റെ ബൂസ്റ്റല്ലേ ഇത്? അതെ, അവിടെ വെച്ചോ. ഹായ്, കാർത്തിക്കാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കിടിലം ഭയങ്കര സന്തോഷമുള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എന്താ പറയുക, ഇല്ലായ്മ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ഒരു വിഷമം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന മനുഷ്യരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല നാട്ടുകാരെയും ഒപ്പം ശശിയെണ്ണയാണ് ഇന്നത്തെ വ്ളോഗിലൂടെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ എൻ്റെ വീഡിയോ വ്ളോഗിൽ കൂടെ ഉള്ളത് കൈത്താളത്തിൻ്റെ അമലേട്ടനും കൈത്താളത്തിൻ്റെ ഫിറോസേട്ടനാണ്. ഈ കടയിൽ മെയിനായിട്ടുള്ള ഐറ്റം എന്തോന്നാണ് ചേട്ടാ? അവിച്ച മുട്ട ഓംലേറ്റ്. അപ്പൊ ഈ ദോശയൊന്നുമില്ല? ആ ശരി. അപ്പൊ ഈ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള അരിയാൻ വേണ്ടിയിട്ടാണല്ലേ ഈ കത്തി ഇങ്ങനെ മുറിച്ചു കൂട്ടി? ആഹാ, അത് കൊള്ളാലോ. ഓ, മുളക്. ഈ മുളവാണ് യൂസ് ചെയ്യുന്നത്. കൊടംകൊല്ലി എന്ന് പറയും. കൊടംകൊല്ലി മുളക് എന്ന് പറയും. അത് മാത്രമാണ് ഏറ്റവും കൂടുതൽ എരിയുള്ള മുളക്. അത് ശരി. അതുകൊണ്ടാണ് നമ്മൾ കൊളസ്ട്രോൾ കുറയണമെന്ന് പറയുന്നത്. ഈ ശശിയുടെ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് നമ്മുടെ ഇടത്തെ കൈയുടെ അറ്റത്ത്, അത് തോളറ്റത്തായിട്ട് ഈ പറയുന്ന കണക്ക് ഒരു ടോർച്ച് ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളി കടയിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. മുളവരിയാനായാലും മുട്ട അടിക്കാനായാലും ബൂസ്റ്റ് ഉണ്ടാക്കാനായാലും അല്ലേ, അതത്രേ ഉള്ളൂ. എല്ലാവർക്കും അതിലൊരു അഭിപ്രായമേ ഉള്ളൂ. പുള്ളി എപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞ ആ ശരീരത്തിൻ്റെ ഒരു പാർട്ടായിപ്പോയി ആ ഒരു ടോർച്ച് അല്ലേ. വന്നിട്ടുണ്ട് മുട്ട. വെളിച്ചമില്ലായ്മ അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടില ആംബിയൻസ് പ്രതിദാനം ചെയ്യുന്നതെന്നാണ് എനിക്ക് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നൊക്കെ മനസ്സിലായത്. അല്ലാതെ ഇവിടെ വെളിച്ചം കിട്ടണില്ല എന്ന് പറഞ്ഞ് ശശിയണ്ണ യാതൊരു പരാതിയില്ല അല്ലേ? നിങ്ങൾക്കും പരാതിയില്ല? ഒട്ടും പരാതിയില്ല. എല്ലാവരും ഇരുട്ടിനെ സ്നേഹിക്കുന്നവരാണ്. പ്രണയം ഇരുട്ടിനോടാണ്. ഇവരാരും ഡ്രാക്കുള്ളമാരൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കിടിലം പൗരന്മാരാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മുട്ട എങ്ങനെയാണ് കഴിക്കേണ്ടത് നമ്മുടെ അമലേട്ടൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, മുളക് ഓക്കെ. ആ നിൽക്കേ. ഓക്കെ ഓക്കെ ഓക്കെ, കഴിച്ചോ. അമലേട്ടാ, അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? കിടിലമാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ എൻ്റെ ബൂസ്റ്റ് എവിടെ? അത് ഈ ഗ്യാപ്പിൽ എങ്ങനെ കമത്തിയോ? ഓക്കെ, അതിവിടെ ഉണ്ട്. പ്രിയപ്പെട്ട ഫിറോസ് ഏട്ടൻ എനിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന എന്താണത്? മുട്ടയല്ലേ? മുട്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഏട്ടനൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പം ഞാൻ ഈ ഒരു കടയെ പറ്റിയിട്ട് ചേട്ടൻ ഇങ്ങനെ ഒരു കട ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാടാ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ഒരുപാട് മുളക് കുത്തി നിറച്ച് എനിക്ക് പണി തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സ്നേഹമുള്ള മനുഷ്യനാണ്. കടയിൽ മുട്ട കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് കറക്റ്റായിട്ട് എനിക്ക് സംഭവം ചെയ്തു തന്നത്. ഒരുപാട് നന്ദിയുണ്ട് ഫിറോസിൻ്റെ അടുത്ത്. ഫിറോസിൻ്റെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ പറയുന്ന കണക്ക്? പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശശിയണ്ണൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സെലിബ്രിറ്റിയാണ്. ശശിയണ്ണനെ അറിഞ്ഞുകൂടാത്തവരില്ല. ലോങ് ആയിട്ടുള്ള സിറ്റിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു 5-6 വർഷമായിട്ട് നമ്മളിവിടെ വന്ന് യൂഷ്വലി വന്നിരിക്കുന്നതാണ്. പറ്റ് പുസ്തകത്തിനെ പറ്റി എന്തോ പറയുന്നതായിട്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് പറ്റ് ബുക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം എല്ലാം തീർത്ത്. ഓക്കെ ഓക്കെ. ശശിയണ്ണ ഫേസ്ബുക്കിൽ അങ്ങനെ ഉണ്ടോ? ശശിയണ്ണ ഫേസ്ബുക്കില്ല, റേഷൻ കാർഡിൽ പോലും പേരില്ലെന്നാണ് തോന്നുന്നത്. എപ്പോഴും നല്ല ചൂട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കല്ലിലല്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഓംലെറ്റ് ചെയ്യുന്ന ഒരു പാനും ഉണ്ടെന്ന് വെക്കുന്ന ഈ പറയുന്ന അടുപ്പിൽ. അതൊക്കെ അതിൽ എണ്ണ ഒഴിച്ച് നമ്മളെ വീട്ടിലൊക്കെ പാചകം ചെയ്യില്ല, അതേ കണക്ക് തന്നെയാണ് ഒരു മെയിനായിട്ട് ശശിയാണ് ഇവിടെ മുട്ട പാചകം ചെയ്യുന്നത്. ശശിയുടെ കഴുത്തിൽ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ക്യാരക്ടർ വാർ മെഷീൻ. ശരിക്കും പറഞ്ഞാൽ വാർ മെഷീൻ എന്നുള്ള രീതിയിൽ തോന്നുന്ന തരത്തിൽ
ടോർച്ച് ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡിൻ്റെ അവിടെയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് പുള്ളി കടയിലുള്ള പല കാര്യങ്ങളും നടത്തുന്നത്. ഇത് പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമല്ല. ലൈക്ക് ഇരുട്ടിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം നാട്ടുകാർ, നല്ലവരായ നാട്ടുകാർ, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള തമാശ നിറഞ്ഞ ഒരുപാട് ചർച്ചകൾ നടക്കുന്നൊരു വേദിയാണ് ശശി അണ്ണൻ്റെ ഈ കുഞ്ഞു കട. അതുകൊണ്ട് ഈ കടയിൽ വരുന്ന ഓരോരുത്തരും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാത്രി വരിക. രാത്രി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കടയുടെ ഒരു ഫീൽ അറിയാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള ആൾക്കാരും അത്രയും നല്ല ഫ്രണ്ട്ലി ഒക്കെയാണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കണ്ടോ ശശിയുടെ ടോർച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും ഇല്ലായ്മ എന്ന് പറയുന്നതല്ല, ഇല്ലായ്മ എന്ന് പറയാൻ പറ്റത്തില്ല. ലൈക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടുകൾ ആസ്വദിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ വളരെ റെയറായിട്ടുള്ളൊരു സംഭവമാണ്. ശശിയെണ്ണം നോക്കുന്നിടത്തെല്ലാം വെളിച്ചമാണ്. ഒരുപക്ഷെ നമ്മളിവിടെ പുതിയതായിട്ട് വരുമ്പം ഇരുട്ട് മാത്രമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷേ ശശിയുടെ കാര്യങ്ങളെല്ലാം ഈ പറയുന്നതാണെങ്കിൽ ശശിയുടെ കണ്ണെത്തുന്നിടത്ത് ആ ടോർച്ചിൻ്റെ പ്രകാശം എത്തുന്നുണ്ട്. ബ്രൈറ്റ് ലൈറ്റിൻ്റെ ഒരു ടോർച്ചാണ് പുള്ളി നേരത്തെ തോളിൽ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറി വേറൊരു ടോർച്ചായി. ഏത് ടോർച്ചായാലും പുള്ളിയുടെ തോളിൽ അത് നല്ല കിട്ടിലായിട്ടിരിക്കും. ലൈക്ക് നമ്മുടെ അറബികൾ തോളിൽ പരുന്തിനെയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ, എനിക്ക് അതുപോലെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ഇത് കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് കഴിച്ചിട്ട് പോകാന്നുള്ള ഉദ്ദേശത്തിൽ ആരും ഇവിടെ വരണ്ട. ശശിയാകുമ്പോൾ നല്ല സമയമെടുത്ത് വൃത്തിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി സമയമെടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. സമയമെടുത്ത് തന്നെ ഈ ഒരു ഓംലെറ്റ് കഴിക്കുകയും ചെയ്യാം. റൈറ്റ് വേണം എനിക്ക്. ശശിയുടെ കടയിൽ ഓംലെറ്റാണിത്. നേരത്തെ ചുട്ടുകൊണ്ടിരുന്ന സംഗതിയാണ്. നല്ല ചൂടുണ്ട്. മൂന്നെണ്ണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ രുചി എങ്ങനെയാണോ ആ മുട്ടയുടെ രുചി കുറച്ചുകൂടെ മാജിക്കലാക്കുന്ന ശശിയുടെ ആ ഒരു ഉടങ്കല്ലി മുളകിൻ്റെ ഒരു പ്രസരിപ്പ്, ശരിക്കും അതാണ് ഈ ഒരു ഓംലെറ്റിൽ മെയിനായിട്ടുള്ള കാര്യം. നമ്മുടെ ഈ ചായക്കട 40 വർഷമായി ഈ ചായക്കട തുടങ്ങിയിട്ട്. അന്ന് 40 വർഷം. അന്ന് മുതലേ ഈ ഓലക്കട്ടടമാണ്. ഈ പ്രദേശത്ത് ഒരുപക്ഷെ കറണ്ട് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണിത്. പക്ഷേ എങ്കിൽ പോലും കറണ്ട് എടുത്തിട്ടില്ല. ഞങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ചായ കുടിക്കാനും മുട്ട ഓംലെറ്റ് തിന്നാനും അത്യാവശ്യം രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേദിയാവുന്ന ഒരു കടയാണ്. ഇരുട്ടില്ലായ്മ എന്ന് പറയുന്നതിന് ഇന്നത്തെ ഒരു ആംബിയൻസ് ആക്കി എടുത്തുകൊണ്ട് ഉള്ളൊരു തീർച്ചയായിട്ടും. കാരണം വെട്ടത്തിലിരുന്ന് വലിയൊരു ബഹളം വയ്ക്കാതെ ചെറിയ വെട്ടത്തിലിരുന്ന് വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വലിയൊരു അത് തന്നെയാണ് അതിന്റെ പ്ലസ് പോയിന്റ്. കണ്ട ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പലരും വന്ന് എടുത്തു നോക്കിയിട്ടുണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കണമെന്നുള്ളത്. ഇവിടെ ഈ ചർച്ചയെന്ന് പറഞ്ഞാൽ നിസ്സാര ചർച്ചയൊന്നും അല്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ വലിയ ചർച്ച നടത്തുന്ന ഒരു കടയാണ്. ഒരിക്കലും സംഘർഷപരമല്ലാത്ത സമാധാനപരമായിട്ടുള്ള ചർച്ച. മന്ദിരമാണ്. അടിയില്ല വെള്ളമില്ല. മുളകിന്റെ കാര്യം കൂടെ പറയാം. പിന്നെ ഇവിടുത്തെ മുട്ട ഓംപ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫേസ്ബുക്ക് വഴിയൊക്കെ ഭയങ്കര ഫേമസ് ആയ ചർച്ചയാണ് നടക്കുന്നത്. കാരണം ഇവിടുത്തെ മുളക് അത്രയും ഗംഭീരമാണ്. കൊളസ്ട്രോൾ ഏറ്റവും കൂടുതലുള്ളവർ മുട്ട കഴിച്ചാൽ ഓംപ്ലേറ്റ് കഴിച്ചാൽ മാറുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കധികം ഫേമസ് ആണ് ഇവിടുത്തെ മുട്ട ഓംപ്ലേറ്റും മുട്ട ആശുപത്രിയും കൂടെയാണ്. പിന്നെ ഇതൊക്കെ ഒരു നാട്ടും പ്രദേശം എന്ന നിലയിൽ ആ ഗ്രാമാന്തരീക്ഷം ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടയാണ് ഇവിടെ. ഏറ്റവും ഞങ്ങൾ നാട്ടുകാർക്കാണ്, അത് സംശയമില്ല. കാരണം ഇതെല്ലാം നമ്മളിപ്പോൾ ചായ ഒന്ന് കുടിക്കണമെങ്കിൽ ഈ കട നിലനിൽക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് കുടിക്കാം. അത് വേറെയോ, ഇവിടുത്തെ കിട്ടാത്ത സാധനം ചുരുക്കമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കടയിൽ കിട്ടുന്നതിനേക്കാളും സാധനങ്ങൾ ഇവിടെ കിട്ടും. ഈ അന്തരീക്ഷം ഇങ്ങനെയാണ്. ഇപ്പോൾ കണ്ടാൽ ഭയങ്കര ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മുടെ ഇവർക്കൊക്കെ ഏറ്റവും വലിയ കലാകാരന്മാരിവിടെ വന്നിരുന്ന് ഇത് ചായ കുടിക്കാൻ കാരണം. അമൽ ഉൾപ്പെടെ ഉള്ളവരിവിടെ വന്നിരുന്ന് ചായ കുടിക്കണമെങ്കിൽ അറിയാമല്ലോ.